നമസ്കാരം. കീർത്തന ലഹരിയിൽ വമ്പന്മാർ കുടുങ്ങിയേക്കും. വാട്സപ്പ് ചാറ്റുകളിൽ പ്രമുഖരുടെ പേരുകൾ ഉൾപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പെൺകുട്ടികളെ കാഴ്ചവെക്കുന്ന സംഘം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തെ കഴിഞ്ഞ ദിവസം പിടിച്ചുകുലുക്കിയ മയക്കുമരുന്ന് വേട്ടയെയാണ് കീർത്തന ലഹരി എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. വെള്ളയിൽ തൊടിയിൽ സ്വദേശിനി കീർത്തനയും സംഘവും പിടിയിലായതോടെ പുറത്തു വരുന്നത് കേരളത്തിലെ ലഹരി അധോലോകത്തിന്റെ കാണാപ്പുറങ്ങളാണ്. വെറുമൊരു തെരുവ് കച്ചവടക്കാരല്ല ഇവരൊന്നും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ അതീവ ഉന്നതരും മാന്യന്മാരുമായ പ്രമുഖരുടെ ഏറ്റവും വിശ്വസ്തരായ ലഹരി ഏജന്റുമാരായിരുന്നു ഈ സംഘമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രതികളുടെ ഫോണുകളിൽ നിന്നും പിടിച്ചെടുത്ത കോണ്ടാക്ട് ലിസ്റ്റുകൾ മലബാറിലെ പല വമ്പന്മാരുടെയും ഉറക്കം കെടുത്തുന്നതാണ്. പോലീസിനെ പോലും ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് രഹസ്യ വാട്സപ്പ് മെസ്സേജുകളിൽ ഉണ്ടായിരുന്നത്. കീർത്തനയെ കുടുക്കിയ സംഘത്തിന്റെ കെണിയിൽ കൂടുതൽ പെൺകുട്ടികൾ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. ലഹരി വാങ്ങി ഉപയോഗിച്ച് ഉന്മാദാവസ്ഥയിലാകുന്ന VIP കസ്റ്റമറിന് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പെൺകുട്ടികളെ ഇവർ കാഴ്ചവെച്ചിരുന്നോ എന്ന ഭീകരമായ ഒരു സംശയത്തിലേക്കാണ് ചാറ്റുകൾ വിരൽ ചൂണ്ടുന്നത്. പണക്കൊഴുപ്പിൽ എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രമുഖർക്കായി പെൺകുട്ടികളെ കൈമാറുന്ന വലിയൊരു ശൃംഖല തന്നെ ഇതിന് പിന്നിലുണ്ടോ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധിക്കുന്നത്. കീർത്തന എന്നുള്ളത് ഈ സംഘത്തിൽ പെട്ടുപോയ ഒരു പെൺകുട്ടി മാത്രമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സൈബർ സെല്ലിനെ വെട്ടിക്കാൻ അതീവ ബുദ്ധിപൂർവമാണ് ഈ സംഘം നീങ്ങിയിരുന്നത്. ഓൺലൈൻ അക്കൗണ്ടുകൾ വഴി പണം കൈമാറിയാൽ സൈബർ പോലീസ് അക്കൗണ്ട് ട്രേസ് ചെയ്യുമെന്ന തിരിച്ചറിവ് ഈ ക്രിമിനലുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയുള്ള ഇടപാടുകൾ ഇവർ പരമാവധി കുറച്ചിരുന്നു. ലഹരി കൈമാറുന്ന വേളയിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ റെഡി ക്യാഷായി കൈപ്പറ്റുന്നതായിരുന്നു ഇവരുടെ ഒരു രീതി. ഇടപാട് കഴിയുന്നതോടെ പണത്തിന്റെ ഡിജിറ്റൽ തെളിവുകളൊന്നും അവശേഷിക്കില്ല എന്ന് ഇവർ ഉറപ്പുവരുത്തിയിരുന്നു. എങ്കിലും ഇവരുമായി നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ വമ്പന്മാരെ കണ്ടെത്താൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയും ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഒരു അന്വേഷണം കോഴിക്കോട് ജില്ലയിൽ മാത്രം ഒതുങ്ങില്ല എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. കീർത്തനയെ പോലെ ഈ സംഘവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കേന്ദ്രീകരിച്ച് നിരവധി പെൺകുട്ടികൾ അടങ്ങിയ മറ്റൊരു സമാന്തര ലഹരി സംഘം കൂടി സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കണ്ണൂരിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നതോടെ മലബാറിലെ ഏറ്റവും വലിയ ലഹരി വേട്ടക്കായി കേരളം സാക്ഷ്യം വഹിക്കുക. മാന്യന്മാരുടെ മുഖംമൂടി അണിഞ്ഞ് പകൽ സമയങ്ങളിൽ സമൂഹത്തിൽ വിലസുന്ന പ്രമുഖരാണ് രാത്രിയിൽ ഇത്തരം മാഫിയകളുടെ പ്രധാന ഉപഭോക്താക്കൾ. തങ്ങളുടെ മക്കൾ സുരക്ഷിതമായി കോളേജുകളിലും വിദ്യാലയങ്ങളിലും പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ അറിയുന്നുണ്ടോ? തൊടിയിലെ പിതാവ് എന്റെ മകൾ സുരക്ഷിതമാണ് എന്ന് തന്നെയല്ലേ കരുതിയത്? പക്ഷേ ഏത് നിമിഷവും അവരെ കാത്ത് ഇങ്ങനെയുള്ള ചില ചതിക്കുഴികൾ പുറത്തുണ്ടെന്ന് എത്ര തവണ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇൻസ്റ്റാഗ്രാമിലെ ഫിൽട്ടറുകളിൽ മുങ്ങിയ റീലുകൾ കണ്ട് ആകർഷിച്ചു പോകുന്ന നമ്മുടെ പെൺകുട്ടികളെ ഏത് രീതിയിലാണ് ചിലർ കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതിലൂടെ തെളിയുകയാണ്. നമ്മുടെ മക്കളുടെ ജീവിതം തന്നെ ലേലത്തിൽ വെക്കുന്ന ഇത്തരം ക്രിമിനലുകളെ ഒറ്റപ്പെടുത്താൻ സമൂഹം ഒന്നടങ്കം കണ്ണു തുറന്നേ പറ്റൂ. ചെറുതാണെന്ന് നമ്മൾ കരുതുന്ന 1 ഗ്രാം 2 ഗ്രാം ലഹരി വസ്തുക്കൾക്ക് പിന്നിൽ വലിയൊരു കഥ തന്നെ പറയാനുണ്ടാകും. പണ്ട് കാലങ്ങളിലൊക്കെ ബ്രോക്കർമാരുടെ കയ്യിലായിരുന്നു നല്ല സുന്ദരിമാരായ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. ഇന്ന് എക്സൈസ് ഓഫീസുകളിൽ പോയാൽ ഇങ്ങനെയുള്ള നിരവധി സുന്ദരിമാരുടെ ഫോട്ടോകൾ കാണാം. ഇതിൽ 90% ആളുകളും അറിയാതെയാണെങ്കിലും ഈ കെണിയിൽ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികളാണ്. നന്ദി, നമസ്കാരം.